ഇവിടെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഞാനിവിടെ വിന്നറായിരിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ദർശന ടി വിയുടെ ക്യാമ്പസ് ഹംഗാമ എന്നുള്ള ഈ സൂപ്പർ പ്രോഗ്രാമിൽ ഒരു ആങ്കറായിട്ട് എത്താൻ പറ്റിയാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയിൽ ഇവിടെ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങളുടെ കൂടുതൽ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തകർപ്പൻ കോമഡി നമ്പറുമായിട്ട് നമുക്ക് അബിൻ ലാലിനെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ എന്നെ ഇവിടെ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുമായി തന്നെ ചില സിനിമാ നടന്മാരുടെ ശബ്ദങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു. സൂപ്പർ ഹിറ്റ് താരമായ ശ്രീ പൃഥ്വിരാജിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. പൃഥ്വിരാജ്. തല്ലി തോൽപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി വന്നതാ. സമ്മതിക്കില്ല നീ. എൻ്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നവരെ നീ എന്നോട് കളിക്കും. വടക്കൻ വീട്ടിൽ കൊച്ചും തുടക്കാൻ നിൽക്കല്ലേ. അടി ചോതുക്കി കയ്യത്തിരമി കൊച്ചുഞ്ഞ്. ഹാപ്പി വെഡിങ് വിത്ത് കല്യാൺ സ്വീറ്റ്സ്. പഴയകാല സായി കുമാറിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. പഴയകാല സായി കുമാർ. എൻ്റെ പൊന്നു ഗോപാലകൃഷ്ണ, എൻ്റെ പൊന്നു മത്തായി, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്? ആ ജോലി എനിക്ക് കിട്ടില്ല. അതിന് കയറുന്നുണ്ടായിരുന്നറിയോ ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ? മത്തയിച്ചെന്നറിയോ, ഞാൻ ഇന്ന് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. ആ മദ്യമാക്കി ചാരുകാശി കൊണ്ടാണെന്നറിയോ ഈ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ്റെ? സത്യം പറയടാ, അത് നിന്റെ അമ്മ തന്നെയാണോ? അടുത്തതായി ശ്രീനിവാസനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ശ്രീനിവാസൻ. ശ്യാമള, എന്തൊക്കെയായിരുന്നു ആ കോഴി ഓടിച്ചിട്ട് പിടിക്കുന്നു, മുട്ടയിടിക്കുന്നു, ഉണക്കിയിട്ട കോഴി, കുളക്കോഴി, കുന്നിൻ ചേരൂവിയിൽ വയറ്റാട്ടെ, നീ കേട്ടോ, നീ കേട്ടോ ശ്യാമള. അടുത്തതായി ശ്രീ നന്ദനത്തിലെ ബാലാമണി നവ്യ നായർ അനുകരിച്ചിരിക്കുന്നു. നവ്യ നായർ. ഒരുപാട് പാടുമുഖം എൻ്റെ പൊട്ട മനസ്സ് തോന്നിയപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ടായിരുന്നു വന്നത്. എന്തിനായിരുന്നു? ഇനി തിരി ഞാൻ തെളിയിക്കില്ല. എനിക്ക് കാണണ്ടേ മുഖം. ശ്രീ ബിന്ദു പണിക്കർ അനുകരിച്ചിരിക്കുന്നു. ബിന്ദു പണിക്കർ. ഏട്ടാ ബാബു, ഏട്ടാ സുരേഷ്, നിന്നോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്ത്? കോളേജ് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് എനിക്കായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലാലോ. താങ്ക് യു വെരി മച്ച്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമ്പസിൽ നമ്മളിങ്ങനെ ഗ്രൂപ്പായിരിക്കും ഓരോ കളികൾ കളിക്കാറില്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു കളിയല്ലേ നമ്മൾ അന്താക്ഷരി. ഓക്കെ, അത് നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ചൊന്ന് നോക്കിയാലോ? നമ്മളെ മുന്നിൽ 2 ടീംസ് ഉണ്ട്. ഓക്കെ, നമ്മളെ മുമ്പിൽ നല്ല സ്മാർട്ടായിട്ട് ബോയ്സ് നിരന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ ടീമിൻ്റെ പേരാണ് യോയോ ബോയ്സ്. ഒരു വലിയൊരു കയ്യടി കൊടുക്കുക അവർക്ക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇനി അവരെ എതിർ ടീം, അവരെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് ഗേൾസ്. അവരെ ടീമിൻ്റെ പേരാണ് റോക്കിംഗ് ഗേൾസ്. സോ യോയോ ബോയ്സും റോക്കിംഗ് ഗേൾസും റെഡി ആയിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് അന്താക്ഷരി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്കൊരു വേർഡ് ആർക്കെങ്കിലും കൊടുത്തിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ റോക്കിംഗ് ഗേൾസിനായിരിക്കോട്ടെ. ഓക്കെ, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അപ്പോൾ അത് തന്നെ ആവാം. ഒരു വേർഡ് കൊടുക്കാം. നിങ്ങൾ പറയൂ, ഒരു വേർഡ്. ഏത് വേർഡാ കൊടുത്തെങ്കിലും ഒരു വേർഡ്. ഓക്കെ, കാ വെച്ച് തന്നെ തുടങ്ങാം. ആരാണ് റോക്കിംഗ് ഗേൾസിൽ നിന്ന് മുന്നോട്ട് വരുന്നത് പാടാനായിട്ട്? ഓക്കെ, ഗ്രൂപ്പായിട്ടും പാടാം, കുഴപ്പമില്ല. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞിടും നീ. ഓക്കെ, താങ്ക് യു റോക്കിംഗ് ഗേൾസ്. അപ്പോൾ വണ്ടായി ചമഞ്ഞേന് ഡി. ഡി. യോയോ ബോയ്സ് ഡി. ചായില്ല, ഡി. പാട്ട് അവസാനിക്കുന്നത് ഡിയിലാണ്. അപ്പോൾ ഡി വെച്ച് തുടങ്ങുക ഒരു പാട്ട്. ഓക്കെ, ചാ എങ്കിൽ ചാ. അപ്പം ഇവിടെ എൻഡ് ചെയ്തിരുന്ന വേർഡ് ചമഞ്ഞേനിടിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ച. യോയോ ബോയ്സ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എന്ന് സ്വന്തമാക്കും. നെഞ്ചിലോലും നെഞ്ചിലാവിൽ വെണ്ണിലായി നീ സ്വന്തമാക്കും. നെഗപ്പളുങ്കും കൊണ്ട് മനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ സ്വന്തമാക്കും. സ്വന്തമാക്കൂ.
സ്വാ. സ്വയംവര ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂത് പറയാമോ പാതി വിടരും കിനാവിൽ പരിഭവങ്ങൾ പ. പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം വിണ്ണിൻ വാർത്തിങ്കളെ നിന്നെ താഴെ മാനത്തുവാ കുയിലമ്മ പെണ്ണിന്റെ പഞ്ചാര ചുണ്ടിലെ പാടാത്ത പാട്ട് പകർന്നു നൽകാം കൺകളിലായിരം കൈത്തിരി നീട്ടിടാം കണ്ണാടി കവിളി കാർമേഘ പൊട്ടുതൊടാം പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ കണ്ണായിരം കണ്ണായിരം ക. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ കുളിരിയിലെ പനിമലരിൽ 17 അഴകാണ് വെളുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ ഒന്നു തടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക് എനിക്കും മോഹമായി ഉറക്കെ പാടുവാൻ വിളിക്കും ചിറകുമായി പറക്കാൻ മോഹമായി കൂട്ടുവരും പറക്കാൻ മോഹമായി മോ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങലോ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. നാനടി നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറങ്ങുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറങ്ങുന്നുണ്ട്. സ്വർഗത്തിലെ ആ മുത്തച്ഛന്മാർക്ക് കള്ളു കുടിക്കണമെന്ന് മോഹം. നീ അറിഞ്ഞോ ആ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. തത്തമ്മ പേര് താഴമ്പു വീട് മുത്താരം തേനും മൂവന്തി പെണ്ണ് മഞ്ചാടം മാ വെച്ച് തുടങ്ങിക്കോളൂ യോയോ ബോയ്സ്. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ആയിഷ. ഗ്രേറ്റ്. അങ്ങനെ ഇതുവരെ കണ്ടക്ട് ചെയ്തത് ലക്ഷ്മിയും രഞ്ജിനി ഹരിദാസും കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വൈൻഡ് അപ്പ് ഒരു സ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണം. അത് ഇവർ തന്നെ ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ അന്താക്ഷരി റൗണ്ടോട് കൂടെ ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത ദർശന ടി.വിക്ക് ഞങ്ങളുടെ ഒരു ബിഗ് 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 താങ്ക്സ്. മടപ്പള്ളി കോളേജിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ വകയായിട്ടും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ലക്ഷ്മി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇത്രയും നേരം ഞങ്ങൾ നന്നായി എൻ്റർടൈൻ ചെയ്ത ദർശന ടി.വിക്ക് ഒന്നും കൂടെ ഞങ്ങൾ മടപ്പള്ളി കോളേജ് ക്യാമ്പസ് വിദ്യാർത്ഥികളെ എല്ലാവർക്കും കൂടി താങ്ക്സ്. നീ തെമ്മുന്തൽ ലീറ്റിലേക്കോണുക സിമ്പക്കെ മങ്കഹ തിന്നവ ഒന്നും മനസ്സിലായില്ലേ ലക്ഷ്മി? ഇന്ന് നമ്മുടെ കോളേജിലാണ് ക്യാമ്പസ് ഹംഗാമ വന്നത്. ഇതാദ്യമേ മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ, ബാക്കി ഞാൻ പറയാം. അപ്പോൾ നാളെ നിങ്ങളുടെ ക്യാമ്പസിലേക്കായിരിക്കാം ക്യാമ്പസ് ഹംഗാമ എത്തുന്നത്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച്, കാത്തിരിക്കുക. ബൈ.